ഇപ്പോൾ ചിലർ പാളയുമെടുത്ത് സക്കാത്ത് പിരിക്കാൻ ഇറങ്ങുന്നവരുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് നല്ല ബോധവാന്മാരാകണം. സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാം കാര്യത്തിൽ ഒരു പ്രധാന ഘടകമാണ് സക്കാത്ത്. അതുകൊണ്ടാണ് നിസ്കാരം അത് ഒരു വലിയ ഘടകമാണ്. അതുപോലെ ഒന്നാണ് സക്കാത്ത്. ആ സക്കാത്ത് കൊടുക്കുമ്പോൾ നിസ്കാരത്തിന് ഫർളുണ്ട്, ഷർത്തുണ്ട്, സുന്നത്തുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതുപോലെ സക്കാത്തിനും അതിൻ്റെതായ കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചല്ലാതെ സക്കാത്ത് എന്നത് ഏതായാലും എനിക്കിതില്ല, ഞാനേതോ സാധുക്കൾക്ക് ഇത് കൊടുക്കണമല്ലോ, അത് എവിടെങ്കിലും കൊടുക്കുക, എന്നാ എൻ്റെ സക്കാത്ത് വിടൂന്ന് വിചാരിച്ചാൽ സക്കാത്ത് വിടൂല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുമ്പോൾ തന്നെ അദാ ഉസ് സക്കാത്ത്, ഈതാ ഉസ് സക്കാത്ത്, ഇങ്ങനെയുള്ള വചനങ്ങളാണ് ഹദീസിലും ഖുർആനിലും കാണാൻ. വെറും ഈതാ ഉസ് സക്കാത്ത് എന്നല്ല, സക്കാത്ത് വീടണം. സക്കാത്ത് വീടണമെങ്കിൽ അതിൻ്റെതായ നിബന്ധനകളുണ്ട്, അതിൻ്റെതായ ആ പ്രവർത്തന രീതിയുണ്ട്. ആ രീതിയിലല്ലാതെ ഏതോ ഒരു പുത്തൻവാദി അവൻ ഒരു സഞ്ചി എടുത്ത് വന്ന് സക്കാത്ത് പിരിക്കാൻ വരുമ്പോ അവൻ അതെന്താ ചെയ്യുന്നത്, അതിന്റെ നിബന്ധന പാലിക്കുന്നുണ്ടോ, അത് കൊടുക്കേണ്ടവർക്ക് കിട്ടുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് പല സ്റ്റേജുകളിലും എടുത്ത് വായിക്കുകയും അതുപോലെ LCD വെച്ച് കാണിച്ചു തരികയും ചെയ്ത സംഗതിയാണ്. സക്കാത്തിന്റെ ഫണ്ട് പിരിച്ചു കൊണ്ടുപോയിട്ട് അത് ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്ന പുത്തൻവാദികളുണ്ട്. അതിന്റെ കണക്ക് നമ്മളെടുത്തുണ്ട്. അതേപോലെ തന്നെ അത് അവരുടെ ഓഫീസ് വർക്കിനും അവരുടെ സംഘടനാ പ്രവർത്തനത്തിനും അത് ചെലവഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ അതിന്റെ കണക്കൊക്കെ കൂടി പ്രസിദ്ധീകരിച്ചിട്ട്, നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ അതിന്റെ എല്ലാ കണക്കും പ്രസിദ്ധീകരിച്ചിട്ട് അവസാനം കഴിച്ച് ബാക്കി എന്ന് പറഞ്ഞിട്ട് കണക്ക് കൊടുത്തവരുമുണ്ട്. അതായത് സാധുക്കളെല്ലാം തീർന്നു പോയിട്ട് സക്കാത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയായി. അങ്ങനെയുണ്ട്. പലിശ ഇനത്തിൽ വന്ന വരവ് ചേർത്ത് കണക്ക് അവതരിപ്പിച്ചവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അവരെന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് കളിക്കാനുള്ള സാധനമല്ലല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ നമുക്ക് സക്കാത്ത് അതിന്റെ നിയമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവരെ കൊണ്ട് കൊടുപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ശരിക്കും സക്കാത്ത് ക്യാമ്പയിൻ നമ്മൾ നടത്തണം. ഇൻഷാ അല്ലാഹ് നടത്തുകയും ചെയ്യും. അതെങ്ങനെയായിരിക്കും, അത് ശറഇന്റെ നിയമപ്രകാരം സക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്നത് പഠിപ്പിക്കുകയും അതിന് സക്കാത്ത് കൊടുക്കേണ്ടവരെ സഹായിക്കാൻ ഉപയുക്തമായ അതിന്റെ മാർഗങ്ങളും കാര്യങ്ങളുമൊക്കെ പണ്ഡിത സഭ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അതിനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് എല്ലാവരും സക്കാത്തും കൊടുപ്പിക്കുകയും വേണം, കിട്ടേണ്ടവർക്ക് കിട്ടുകയും വേണം. അത് വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മളിങ്ങനെ കാണുന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ പ്രവർത്തനത്തിൽ നമ്മൾ ആലോചിച്ച് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കണം. ഇതുപോലെ നമ്മൾ ഇസ്ലാമിക ആശയങ്ങൾ വിട്ടുകൊണ്ടുള്ള ഒരു രീതിയും നമുക്കുണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് എല്ലാ മതക്കാരും നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അത് നമ്മുടെ ആശയമാണ്. എല്ലാ മതക്കാരും സൗഹാർദ്ദത്തിൽ ജീവിക്കണം. ലക്കും ദീനുക്കും വലിയ ദീൻ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലയൻസിന് വന്നപ്പോൾ നബി തങ്ങൾ അലയൻസിനൊന്നും നിന്നിട്ടില്ല. അതായത് കുറച്ച് 1-2 ദിവസം നമ്മൾ ലാത്തനെയും ഉസ്സനെയും ഒക്കെ ആരാധിക്കുക, പിന്നെ ഒരു 3-4 ദിവസം അള്ളാഹിനെ ആരാധിക്കുക, അങ്ങനെ ഒരു കോംപ്രമൈസിന് വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങളുടെ മതവുമായി നിങ്ങൾക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെ മതം വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടി ഇല്ല. ഈ ഒരു ആശയം നമ്മളെ മനസ്സിലുണ്ടാകണം. നമ്മൾ സുബ്ഹാനല്ലാഹ് മറ്റുള്ള ആളുകളുടെ മതാചാരങ്ങൾ അത് നമ്മൾ എടുത്ത് ജീവിതത്തിൽ കൊണ്ടുവരികയും അതിന് പ്രചോദനം നൽകുകയും അതിനുവേണ്ടി നമ്മൾ തന്നെ അതിൻ്റെ ക്ഷണിക്കുന്ന പ്രതിനിധികളാവുകയും അതേപോലെ മറ്റു മതക്കാരുടെ ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് നമുക്ക് പറ്റില്ല. ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. ആ ആയത്തിറങ്ങാൻ എന്താണ് കാരണം? അത് ഒട്ടകത്തിന്റെ പാല് കുടിക്കാഞ്ഞിട്ടാണ്, ഒട്ടകത്തിന്റെ മാംസം തിന്നാഞ്ഞിട്ടാണ്. ഒട്ടകത്തിന്റെ മാംസം തിന്നൽ ഫർളാണോ ഉജൂബാണോ? ഒട്ടകത്തിന്റെ പാല് കുടിക്കൽ സുന്നത്താണോ? പക്ഷേ അത് ജൂതമതത്തിന്റെ ഒരാചാരമാണ് ഒട്ടകത്തിന്റെ പാല് കുടിക്കാതിരിക്കുക, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാതിരിക്കുക. ആ ഒരാചാരം ഇസ്ലാമിലേക്ക് പൂർണ്ണമായും കടന്ന് അതേ ഈമാന് ഉറച്ച് വലിയ സ്ഥാനം ലഭിക്കുന്ന സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ആ ഒരു മതാചാരത്തെ മാറ്റി നിർത്താൻ സന്നദ്ധമാകാതിരുന്നപ്പോൾ ഖുർആൻ ഇറങ്ങിയതാണ് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടക്കണം.
അപ്പൊ നമ്മുടെ ഇസ്ലാം അത് പൂർണ്ണമായി നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിക്കണം. അതേ സമയത്ത് വേറൊരു മതക്കാരൻ, ഉദാഹരണത്തിന് ക്രിസ്തുമസിന്, അതെ, നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ ഒരു സ്റ്റാർ കെട്ടിത്തൂക്കിയിരിക്കുന്നു, അത് പോയിട്ട് നമ്മൾ അറുത്ത് കളയാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതക്കാർ അവരുടെ ദേവാലയത്തിൽ അവരുടേതായ കർമ്മങ്ങൾ നടത്തുന്നു, അവിടെ പോയി നമ്മൾ കൂക്ക് വിളിക്കാൻ പാടില്ല. അവിടെ നമ്മൾ പോയി അവരെ ദ്രോഹിക്കാൻ പാടില്ല, അവരെ യാതൊരു ശല്യവും ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് നമ്മൾ അവിടെ പൂജയിൽ പങ്കെടുക്കാൻ പാടില്ല. നമ്മൾ നമ്മളെ വീട്ടിന്റെ മുമ്പിൽ ഈ സ്റ്റാർ കൊണ്ടുവന്ന് തൂക്കി ഇത് മുസ്ലിമിന്റെ വീടാണോ അല്ല ക്രിസ്ത്യാനിയുടെ വീടാണോ എന്നറിയാത്ത രൂപത്തിലാകാൻ പാടില്ല.